വീട്ടിലാണെങ്കിൽ ഇതെങ്ങനെ തള്ളി തള്ളി വെച്ചാൽ മതിയോ. തലക്കെട്ടൊക്കെ കിട്ടി വേറൊരു പരിപാടിയില്ല കേട്ടോ. പാത്രം കഴുകാൻ പോവാ. ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ എല്ലാം നമ്മൾ തന്നെയല്ലേ. അങ്ങനെ നമ്മൾ രാവിലെ ഒരു അടിപൊളി ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പാത്രമൊക്കെ കഴുകി വെച്ചു. വീട്ടിലാണെങ്കിൽ ഇതെങ്ങനെ തള്ളി തള്ളി വെച്ചാൽ മതിയോ. കഴുകാൻ പുറകെ ആരെങ്കിലും വരും. പക്ഷെ അങ്ങനത്തെ ഇവിടെ വന്നതിന് ശേഷം നമ്മളിതൊക്കെ തന്നെ ചെയ്യുന്നു. ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ബാക്ക് യാർഡിലേക്ക് ഇന്ന് ഇറങ്ങി കേട്ടോ. കുറേ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായി ഇങ്ങനെ കിടക്കുക. ഞാൻ കാട്ടിത്തരാം. ഇതുണ്ടോ, ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ പേരയ്ക്ക കേട്ടോ, റെഡ്. ഇതിൻ്റെ തന്നെ യെല്ലോ ഉണ്ട്. രസമല്ല ഇങ്ങനെ ഉണ്ടാക്കി കിടക്കണതാണ്. നിറച്ചുണ്ടായിട്ടുണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് പറിച്ച് വൈനിട്ടുണ്ടായിരുന്നു. ഇത് യെല്ലോ പേരയ്ക്ക കേട്ടോ, എല്ലാം പഴുത്ത് ചുമ്മാ ചാടി കിടക്കുക. കണ്ടില്ലേ, കാട്ടിത്തരാം. അല്ലേ, ഭയങ്കര മധുരം അതിന്. അതുപോലെ തന്നെ ഈ റെഡ് എല്ലാം പഴുത്ത് നല്ല സൂപ്പറായിട്ട് പഴുത്തിരിക്കണ്ടല്ലേ, യെല്ലോ റെഡ്. അപ്പം ഈ റെഡിന് ഭയങ്കര പുളിയാണ് കേട്ടോ. ഭയങ്കര പുളിയാണ്. പക്ഷെ യെല്ലോ കണ്ടില്ല, നമ്മുടെ നാട്ടിലെ പേരക്കയുടെ ടേസ്റ്റാണ്. പേരക്കയുടെ ടേസ്റ്റ് എന്ന് പറയാം, ഏകദേശം ആ ഒരു ടെക്സ്ചറൊക്കെയാണ്. പിന്നെ ഫിജോവ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ. കണ്ടോ, ഈ താഴെ ചാടിക്കിടക്കണ മൊത്തം ഫിജോവയാണ് കേട്ടോ. അതാണ് നമ്മുടെ ഫിജോവ ട്രീ. കണ്ടില്ലേ, ഇതൊക്കെ പഴുത്ത് കിടക്കുക. പിന്നെ നമ്മുടെ ഇവിടുത്തെ ബാക്ക് യാർഡിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട് ഉണ്ടാവും. കണ്ടില്ലേ, ഇതെല്ലോ, ഇത് റെഡ്. എന്നാൽ പിന്നെ ഇതുമായി ഇത്രയായി. ഈ പേരമരം ഊരിക്കേക്കാം. പഴുത്ത സാധനം എല്ലാം അങ്ങ് പറിക്കാൻ പോവാം. ആദ്യം ഈ യെല്ലോ അങ്ങ് പറിച്ചിടാം. എന്തോരത്, ഇത് ഫുള്ളങ്ങ് പറിക്കാം. അത് കഴിഞ്ഞിട്ട് റെഡ് പറിക്കാം. പറ്റി കഴിഞ്ഞാൽ വൈനിടാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പേര കുറച്ചും കൂടെ ഹൈറ്റിലുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വെട്ടി കളഞ്ഞ. ഇത്രയും പേരയ്ക്ക പറിച്ചു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് റെഡ് പറിക്കാം. ഇതെങ്ങനെ പറക്കി തീരാനാടാവി, എന്തോരടാവി. കണ്ടില്ല, കുറച്ച് പറിച്ചു. ഇതിൽ കൂടുതൽ പറിച്ച ചുമ്മാ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ചീച്ചളികളും.